കഴിഞ്ഞ സീറ്റഡ് പേപ്പർ 2ൻ്റെ സിലബസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. അത് നല്ല വ്യക്തമായിട്ട് എല്ലാ കണ്ടൻറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പേപ്പർ 1ൻ്റെ സിലബസ് ആയിരിക്കും കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻലി വരുന്നത് 5 സബ്ജക്റ്റാണ്. ടോട്ടൽ 150 മാർക്സ്, 30 ക്വസ്റ്റ്യൻസ് ഈച്ച്. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പേപ്പർ 2നെ പോലെ തന്നെ സൈക്കോളജി. രണ്ടാമത്തേത് വരുന്നത് ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2. മൂന്നാമത് മാത്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് നമുക്കുള്ളത് EVS ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷണലായിട്ട് സോഷ്യൽ സയൻസ് ഇല്ല. എല്ലാവരും എഴുതേണ്ട ഒന്നാണ് മാത്സും എൻവയോൺമെൻറ്റ് സയൻസും എന്ന് പറയുന്നത്. ഇവിടെ ചൈൽഡ് സൈക്കോളജിയിൽ മെയിൻലി വരുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കേ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. പ്രത്യേകിച്ച് സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് സൈക്കോളജി 20 എബവ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയുള്ളത് നമുക്ക് ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2 ആണ്. പേപ്പർ 2ൽ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് 1 നിങ്ങൾ മലയാളം എടുക്കുകയാണെങ്കിൽ ലാംഗ്വേജ് 2 നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നോക്കി നിങ്ങൾ എടുക്കുക. ലാംഗ്വേജ് 1ലും ലാംഗ്വേജ് 2ലും വരുന്ന 2 കോംപ്രിഹെൻഷൻ കാണും. ഒരെണ്ണം പാസേജും ഒരെണ്ണം പോയോ ആയിരിക്കും. പിന്നുള്ളത് പെഡഗോഗിക്കൽ നിന്ന് വരാനും ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് പെഡഗോഗി ആയിരിക്കും കേട്ടോ. 15 ക്വസ്റ്റ്യൻസ് അല്ലാതെ കോംപ്രിഹെൻഷനും പാസേജുമായിട്ട് നമുക്ക് തരും. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് 1 മുതൽ 5 വരെയുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് എന്ന് ചിന്തിച്ച് നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെയല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ജോമെട്രി, നമ്പേഴ്സ്, ഷേപ്സ്, അതുപോലെ തന്നെ ഡിവിഷൻ, വോളിയം, മണി, ടൈം, വെയിറ്റ്, ഇതൊക്കെയാണ്. വളരെ എളുപ്പമാണ് മാത്സ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഒരു ഏകദേശം എല്ലാവർക്കും 20 എബവ് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ഓരോ വട്ടവും ഇങ്ങനെ ചോദിച്ച് കണ്ട കുറേ ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ടില്ല. പക്ഷേ ആ ഒരു പാറ്റേൺ എന്താണ്, ഒരുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ആദ്യം മാത്സ് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് പോവാം. പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ EVSും വളരെ എളുപ്പമാണ്. ഫാമിലി, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പും വർക്കും, അതുപോലെ തന്നെ അനിമൽസും പ്ലാന്റ്സും നമ്മുടെ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ കുറച്ച് ജോഗ്രഫി ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ലേൺ. സോ എല്ലാവരും എന്ത് ചെയ്യുക, സിലബസ് മനസ്സിലാക്കുക. പെഡഗോഗി